ഹായ് ഫ്രണ്ട്സ്, ചാത്തന്നൂർ ഹൈസ്കൂളിൽ പഠിച്ച 87-88 വേനൽമഴ ബാച്ച് ഊട്ടിക്ക് യാത്ര പോരാട്ടോ. അപ്പോൾ ഊട്ടിയിലെ വിശേഷങ്ങളും യാത്രകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ പോണ വഴിയിൽ ചായ കുടിയാണ്. സംഗീതമേ ഹൃദയ സാഗരങ്ങളെ മുന്നിൽ വെച്ചു കുപ്പിവള ചിരിച്ചുടഞ്ഞു കുപ്പിവള ചിരിച്ചുടഞ്ഞു. അങ്ങനെ ഞങ്ങള് ഊട്ടിയിലെ ഷൂട്ടിംഗ് പോയിന്റിൽ എത്തിട്ടോ. നല്ലൊരു മൊട്ടക്കുന്നാണ്, പച്ചപ്പ് നിറഞ്ഞ ഒരു മൊട്ടക്കുന്നാണ് കേട്ടോ. ഈ ഷൂട്ടിംഗ് പോയിന്റിൽ ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് കൗണ്ടറാണ്. അഡൽറ്റിന് 40 രൂപയാണ്, ചിൽഡ്രൻസിന് 20 രൂപയാണ്, സ്റ്റുഡൻസിന് 20 രൂപയാണ്. ഞങ്ങളങ്ങനെ ഊട്ടിയിലെ ഷൂട്ടിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങള് ഊട്ടിയിലെ ഷൂട്ടിംഗ് പോയിന്റ് 87-88 വെച്ചിട്ട് ടൂറാണ് നടന്നിട്ടുള്ളത്. ഇത്രയും കയറ്റം കയറിയിട്ട് അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടാണ് കയറിയത്. വെള്ളിൽ പറവകളായി നാം പൊങ്ങിപ്പടരാം, വർണ്ണം വിതറിയ വാനിൽ തമ്മിൽ കലരാം. പോകാം പോകാം വാർമുഖിലായി, ആടാം പാടാം മലർവനിയിൽ. ഒന്നാകാം എന്നാളും ഉടലുകൾ പലതെന്നാൽ ഒരു പോലാമുയിരാകാം. വെള്ളിൽ പറവകളായി നാം പൊങ്ങിപ്പടരാം, വർണ്ണം വിതറിയ വാനിൽ തമ്മിൽ കലരാം. പോകാം പോകാം വാർമുകിലായി, ആടാം പാടാം മലർവനിയിൽ. ഒന്നാകാം എന്നാളും ഉടലുകൾ പലതെന്നാൽ ഒരു പോലാമുയിരാകാം.
ഞങ്ങളങ്ങനെ ഊട്ടിയിലെ ടീ ഫാക്ടറി സന്ദർശിക്കാൻ പോവുകയാണ്. 20 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ചായയില കൊടുന്ന് ചായപ്പൊടി ഉണ്ടാക്കുന്ന ഫാക്ടറി കേട്ടോ. ചായപ്പൊടി ഫാക്ടറിയുടെ കുറെ ചരിത്രങ്ങളൊക്കെയാണ്. ഈ ഫാക്ടറിയിൽ ഇതാ ചായയില വന്ന് നിറഞ്ഞിരിക്കുന്നു കേട്ടോ. ഇത് ഓരോ കൺവെയർ ബെൽറ്റിന്റെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ താഴത്തേക്ക് കേട്ടോ. അത് ഈ പൈപ്പ് വഴി താഴത്തേക്ക് വരുന്നുണ്ട്. ഘട്ടം ഘട്ടമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്ത് ചായ ബ്ലോവറിലെത്തും. അവിടെ ആ ഹീറ്റ് ബ്ലോവർ കാണുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് വന്ന് ചാടും. അവിടുന്ന് അത് ഉണക്കി മാറ്റണമുണ്ട്. അങ്ങനെ ഈ വലിയ ഈ മെഷീൻ്റെ ഉള്ളിലേക്ക് ഇതാ വന്നിരിക്കണു. ചായപ്പൊടിയായിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കണു. ഇതാ വലിയ തരിയുള്ള ചായപ്പൊടിയാണല്ലോ. എന്നിട്ട് സംഭവം ഓരോ മെഷീനറി കൂടെ കടന്നിട്ട് ഇത് ചായപ്പൊടിയായി മാറി വരുന്നത്. അവിടെ താഴത്ത് വന്ന ചായ ഫ്രീ ഉണ്ട്. എല്ലാവരും ഓരോ ഗ്ലാസ് ചായ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചായപ്പൊടി ഇവിടുന്ന് വാങ്ങിക്കാം. അതിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഔട്ട്ലെറ്റിൽ നിന്ന് ചായപ്പൊടി മേടിക്കാം. ഇതിന് ഒരു ഗ്ലാസ് ചായ ഫ്രീ കിട്ടിയിട്ടുണ്ടോ. ഇനി ഇത് കുടിച്ച് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഔട്ട്ലെറ്റിൽ നിന്ന് ചായപ്പൊടി വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. 1 കിലോ 1 കിലോ പാക്കറ്റ് ഇവിടെ ചായ കുടിച്ചു കേട്ടോ. നല്ല ചായ കേട്ടോ. സൂപ്പർ ചായയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് കാണുന്ന ഔട്ട്ലെറ്റ് കേട്ടോ ചായപ്പൊടിയുടെ. അപ്പോൾ അവിടുന്ന് ധാരാളം ആൾക്കാർ ചായപ്പൊടി മേടിക്കുന്നുണ്ട്. 500 ഗ്രാമിന്റെ ചായപ്പൊടി 200 രൂപ കേട്ടോ. ഇനി വേറൊരു 180 കേട്ടോ. 500 ഗ്രാമിന് 180. ഊട്ടിയിലെ ടീ ഫാക്ടറിയിലെ ഔട്ട്ലെറ്റ് കേട്ടോ. എല്ലാത്തരം ചായപ്പൊടികളും ഇവിടെ ഉണ്ട്. ഈ ഔട്ട്ലെറ്റിൽ നിന്ന് ഒരു ഏലക്കായ ചായപ്പൊടി മേടിച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ കൊണ്ടുപോയി ചായ ഉണ്ടാക്കിയിട്ട് നോക്കണം. ഇത് പുൽത്തൈലം അങ്ങനെയുള്ള ഒരുപാട് ആയുർവേദ തൈലങ്ങൾ അങ്ങനത്തെ അതൊക്കെ കൂട്ടാട്ടോ. അതിൻ്റെ ഷോപ്പാണ്. ഇനി അടുത്തത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാട്ടോ പോണത്. ഫാക്ടറിയിലെത്തി. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാൻ തരും. ആ 3 ഐറ്റം തന്നു കേട്ടോ. ഇത് മൂന്ന് ഫ്ലേവറാ അല്ലേ? അപ്പം 3 ഫ്ലേവർ ചോക്ലേറ്റ് വന്നു. ചോക്ലേറ്റ് ഫാക്ടറിയിൽ ചോക്ലേറ്റ് ഇതാ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ലേഡീസ് സ്റ്റാഫുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ പാക്ക് ചെയ്തിരിക്കണു. അത് കഴിഞ്ഞതിന് തൊട്ടപ്പുറത്ത് ഔട്ട്ലെറ്റ് ആട്ടോ. 100 ഗ്രാം ചോക്ലേറ്റിന് 120 കേട്ടോ. ഈ ചോക്ലേറ്റ് അടിയിലുള്ളത് ഇത് 140, ഇത് 140, ഇത് 120, പിന്നെ അപ്പുറത്ത് 160, 180, 130 എല്ലാ ഐറ്റം ഉണ്ട്. പല തരത്തിലുള്ള ഫ്ലേവറുകളുണ്ട്. ഈ ബട്ടറിൻ്റെ 180 130, 160 പല റേറ്റിലുള്ള ചോക്ലേറ്റുകളാണ്. ഈ ഊട്ടിയിൽ ഇത്ര ചോക്ലേറ്റ് ഫാക്ടറി വരുന്നതിൻ്റെ അത് ഇവിടെ തണുപ്പാണ് മൊത്തത്തിൽ. അപ്പോൾ ഈ ചോക്ലേറ്റ് അലിയില്ല, ഫ്രീസറിലും ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയാണ് ഈ ചോക്ലേറ്റ് നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത്. അതാണ് ഇവിടെ കൂടുതൽ ചോക്ലേറ്റ് ഫാക്ടറി കണ്ടുവരുന്നത്. ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ വലിയ ഒരു സെക്ടറിൻ്റെ ഒക്കെ ഒരു കമ്പിളി പതിപ്പ് അതിൻ്റെയൊക്കെ ഒരു ഷോപ്പാണ്. അങ്ങനെ ചായപ്പൊടി ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയൊക്കെ സന്ദർശിച്ചിട്ട് ഞങ്ങള് മടക്ക ഇറങ്ങാണ്. ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ ഈ നമ്മൾ, ഒന്നിച്ചുറങ്ങിയില്ലേ ഒന്നിച്ചു
വിളിച്ചുണർന്നീലേ ഒന്നറിഞ്ഞീലേ നമ്മൾ എന്നാലും ഈ നമ്മൾ പിരിയണമെന്നാലോ കയ്യൊപ്പു നൽകാതെ വിട ചൊല്ലുമെന്നാലോ മറന്നൊന്നു പോകാനാകുമോ ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ തോളുരും നിവന്നീ നമ്മൾ ഞങ്ങളങ്ങനെ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഗാർഡനിൽ കിടക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഗാർഡനിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ബൊട്ടാണിക്കൽ ഗാർഡനിലെ ടിക്കറ്റ് കൗണ്ടറാണ്. വലിയവർക്ക് 100 രൂപ, ചിൽഡ്രൻസിന് 50 രൂപയൊക്കെയാണ് റേറ്റ്. നല്ല റേറ്റ് തന്നെ കേട്ടോ. കണ്ടു ഞാൻ ഇളം വെണ്ണിലാവെന്റെ തളിർമാല്യം കൺമണി ഞങ്ങളങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പ്രവേശിച്ചോ. ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ തോളുരുമ്മി വന്നീ നമ്മൾ. ഞങ്ങളിപ്പോൾ ഉള്ളത് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഗ്ലാസ് ഹൗസിലാട്ടോ. ഈ ഗ്ലാസ് ഹൗസിൽ നിറച്ച് ചെടികളാണ്. വിവിധ ഇനം ചെടികളുണ്ട്. അപ്പോൾ അതിന്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. തമ്മിലോ കാണാതെ നാളുകൾ പോയില്ലേ ഉരുകുന്നൊരീ നെഞ്ചിൽ കനലല്ലേ നൊമ്പരം കൊണ്ടോരോ പകൽ ദൂരമാഞ്ഞില്ലേ ഇരുൾ മേഘമോ മുന്നിൽ നിറഞ്ഞില്ലേ നാളെ വെയിൽ പൊന്നിൻ മാലയിടും മണ്ണിൽ നാം ഇനിയും കൈമാറില്ലേ നറുമൊഴിയിൽ സ്നേഹം. ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ ഈ നമ്മൾ. ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ തോളുരുമ്മി വന്നീ ഇന്നലകളെ തിരികെ വരുമോ കനവിനഴകെ പിറകെ വരുമോ ഒന്നു കാണാൻ കനവു തരുമോ കൂടെ വരുവാൻ ചിറകു തരുമോ. മഹഫിൽ കൊഴക്കണ് പെണ്ണെ സഹനായി കേൾക്കുന്നു പൊന്നെ തകതബല പെരുക്കണ് കൂടെ സാരംഗി പാടുന്നു കണ്ണേ. ഞങ്ങളങ്ങനെ പൈൻ ഫോറസ്റ്റിലേക്ക് പോവാട്ടോ. വണ്ടികളൊക്കെ നല്ല പാർക്കിംഗ് ആണ്, നല്ല തിരക്കാണ്.
ഫോറസ്റ്റിലെ ടിക്കറ്റ് റേറ്റ് 40 രൂപയാണ്, കുട്ടികൾക്ക് 20. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറാൻ പോവാണ്. ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ഊട്ടിയിലേക്ക് വന്നതാണ്. അങ്ങനെ പൈൻ ഫോറസ്റ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഊട്ടിയിൽ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ തകർക്കും. അപ്പൊ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് പൈൻ ഫോറസ്റ്റിൽ കയറി. ഇതിന്റെ ഉള്ളിലെ കാഴ്ചകളെ കാണാം. മനോഹരമായ പൈൻ ഫോറസ്റ്റ് ആട്ടോ. അപ്പൊ അതിന്റെ ഉള്ളിൽ പോയി ഫോട്ടോ ഷൂട്ടിന് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. താഴത്ത് ചെറിയൊരു ലൈറ്റും ഉണ്ട്. പൈൻ ഫോറസ്റ്റിൽ നിറച്ച് കുതിരകൾ കിട്ടും. റൈഡ് നടത്താം, മുകളിൽ കയറിയിരുന്ന് ഫോട്ടോസ് എടുക്കാം. ആകെ കോടമഞ്ഞ് ഇറങ്ങിയിരിക്കണു. സന്ധ്യാസമയായിരിക്കണു. മൊത്തം കോടമഞ്ഞ. കോടമഞ്ഞ് നോക്ക്, ഭയങ്കര കോടമഞ്ഞ. ഒരു മ്യൂസിഷ്യൻ ആവണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പാട്ടിൻ്റെ എൻ്റെ നെഞ്ചിലുണ്ടായിരുന്നു. ഇതെന്റെ കോമ്പസിഷൻ അല്ല. ഇത് അഭിനയം എൻ്റെ സിരകളിലുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഊട്ടി മടക്കയാത്രയിൽ ഊട്ടി വർക്കി ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഏതൊരു ഷോപ്പിൽ കയറിയിരിക്കുകയാണ്. സമയം രാത്രി 1:15 ആയിരിക്കണം. കറുകപ്പത്തൂർ വന്നിറങ്ങി.